ഷാനിയപ്പോഴും പറയാനുള്ളത് നിങ്ങളുടെ ഫീൽഡ് നോക്കൂ. നിങ്ങളുടെ ഫീൽഡിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, പിന്നെ എന്തൊരു വനിത തിയേറ്റർ നോക്കണം. കാരണം ഈ വനിതാ തിയേറ്ററിലൊക്കെ ഇപ്പോൾ സെലിബ്രിറ്റീസ് വരുന്നതാണ്. അപ്പോൾ ഈ സെലിബ്രിറ്റീസിനെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാർ വേണ്ടാന്നുള്ള നിലപാടാണോ? ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടും ചെയ്യില്ല. ഒരു ഷെയ്ക്കാൻ കൊടുക്കാനാണ് ബുദ്ധിമുട്ട്. ഇവരുടെ ഫീൽഡിൽ എന്തൊക്കെയാണ് ഇവർ അനുഭവിക്കുന്നത്. ഈ ഷാനിയപ്പൻ ഇവിടുത്തെ വനിതാ തിയേറ്റർ അവരാണ് തുടങ്ങിയത്. അവരാണ് ഇതൊരു മോശം പറഞ്ഞത്. അവരുടെ തിയേറ്റർ നോക്കുക, അവരുടെ ഫീൽഡ് സേഫ് ആണോ? ഈ ഹേമ കമ്മിറ്റിയിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ട് അതാദ്യം ശരിയാക്കും. അലിജസ്വരെ ഇതുവരെ നെഗറ്റീവ് കൊടുത്തിട്ടില്ല. ഞാൻ നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്, നെഗറ്റീവ് പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്. പെരേര ആട്ടെ എല്ലാ സിനിമയും പോസിറ്റീവ്. പിന്നെ എന്തിനാ അവർ പുറത്താക്കി മനസ്സിലാവണില്ല. അല്ലേ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഈ കാണിച്ചു കൂട്ടുന്ന കലാപരിപാടികൾ ചെയ്യുന്നില്ല. ഇപ്പൊ പെരേര കോമാത്രം കാണിക്കുന്നില്ല, ആദ്യമേ കാണിച്ചിട്ടുള്ളൂ. കോമാളത്തിൽ എന്തൊരു പേര് കാണിക്കുന്നുണ്ട് വേറെ എത്ര. പക്ഷെ അതൊന്നും നല്ല പ്രശ്നങ്ങൾ ഇവിടെ. സിനിമാ താരങ്ങൾക്ക് ഇറിറ്റേറ്റ് ആയതുകൊണ്ടാണോ? എനിക്കറിയില്ല. എനിക്കൊന്ന് പബ്ലിഷ് എന്ത് ഇങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഹേമ കമ്മിറ്റിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, റേപ്പ് എന്തൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ ഇവിടെ എന്ത് ഇറിറ്റേഷൻ എന്ന് പറയണ. ഇവിടെ ഒരു പെണ്ണ് കേസ് വന്നിട്ടില്ല, ഒരു റിവ്യൂർ ഒരു പെണ്ണിനെ പിടിച്ചിട്ടും ഇല്ല. അങ്ങനത്തെ സംഭവം നടന്നിട്ടില്ല. പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? ആറാട്ടണ്ണൻ്റെ റിവ്യൂ ഹിറ്റായ സമയത്തൊക്കെ താരങ്ങളും സംവിധായകരും ഒക്കെ പറഞ്ഞ്, അതല്ല അങ്ങനെയല്ല പറയുന്നത്. അതായത് ചോദ്യം ഇതാണ്, പണ്ടൊക്കെ സംവിധായകരൊക്കെ പറഞ്ഞ് തിയേറ്ററിലൂടെ എത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അതേ സംവിധായകരും ആക്ടേഴ്സൊക്കെ ആരാണ് ഇതിൽ കളിക്കാൻ അറിയില്ല, സിനിമാക്കാരെ ആരൊക്കെയാണെന്ന് അറിയില്ല.